ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മിനി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊച്ചു വീടിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. മാത്രമല്ല, ഇന്ന് ആഗസ്റ്റ് 14, 2021 നമ്മുടെ ചാനൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ പാല് കാച്ചുന്ന പോലെ നമ്മുടെ മിനി വേൾഡിലും പാല് കാച്ചുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പശുവും പാൽ തന്നെ നമുക്ക് കറന്നെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് കലയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി പാലൊക്കെ നന്നായി തിളച്ച് പൊന്തി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നന്നായി ചൂടായി വന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നമുക്ക് വേറെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിൽ പാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് ബീഫ് ദം ബിരിയാണി തയ്യാറാക്കാം. അതിനുവേണ്ടി ബീഫൊക്കെ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുക്കറിലേക്ക് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊരു 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബിരിയാണിക്കായിട്ടുള്ള ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ അടുപ്പിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഉള്ളി ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ അടുപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയൊരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം പോയി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് വരട്ടെ. ഇത് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല,
അപ്പോൾ ഇത്രയും മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു മസാലേൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില അതുപോലെ പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഇരുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നും അല്ല, വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തിളക്കുന്ന നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ റൈസൊക്കെ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് പകുതി റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുപോലെ സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദം ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം തീൻ്റെ കനൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് ചെറു തീയിൽ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇനി ബിരിയാണിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില പുതിനയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തൈരും അച്ചാറൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ബിരിയാണി ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് കാർഡ്ബോർഡ് കൊണ്ടാണ്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു വീഡിയോ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചു വീടിൻ്റെ പാലുകാച്ചലും അതുപോലെ ബീഫ് ബിരിയാണിയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.